മറികടക്കാനാകുന്ന പ്രതിസന്ധികളും ആശങ്കകളുമാണോ യു.ഡി.എഫിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. വളരെ പ്രസക്തമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിലാണ് രാജ്യം. കേരളവും ആ ചൂടിൽ തന്നെയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് യു.ഡി.എഫിന് മുന്നിലുള്ള ഈ കടുത്ത ആശങ്കകളെ അതിജീവിക്കാൻ അവർക്കാകുമോ എന്ന്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് എം സ്വരാജ് MLA, PS സലീം കോൺഗ്രസ് നേതാവ്, KJ ദേവസ്യ കേരള കോൺഗ്രസ് നേതാവ്, ഒപ്പം M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. എത്ര നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലും രാജ്യത്തിലും കോൺഗ്രസിന് മുന്നിലെന്ന് ആവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാണ്. ഇതുവരെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും ഉറപ്പിക്കാൻ അവർക്കായിട്ടില്ല. കോട്ടയത്താകട്ടെ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി തന്ന് തോൽപ്പിച്ച് നാണം കെടുത്താനാണ് ഉദ്ദേശമെന്ന് DCC ഇന്ന് ചോദിച്ചും കഴിഞ്ഞു. എങ്ങനെ യു.ഡി.എഫിന് മറികടക്കാനാകും ഈ കടുത്ത പ്രതിസന്ധിയെ എന്ന് തന്നെ പരിശോധിക്കുകയാണ്. PS സലീമിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതാവ്. PS സലീം, മുൻപെങ്ങുമില്ലാത്തവണ്ണം വളരെ പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് സാധാരണക്കാരോട് നിരന്തരം ക്യാമ്പയിൻ ഉയർത്തുകയാണ് ഇടതുപക്ഷവും ഒപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും. പക്ഷേ ഈ കടുത്ത ആശങ്ക ജനങ്ങൾ അതുപോലെ മനസ്സിലാക്കുന്നു. PS സലീം, നിങ്ങൾക്കുള്ളിലെ എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ ആകും? അല്ല, ആനന്ദ് പറഞ്ഞ വാചകത്തിന്റെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല എന്നുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രവർത്തന പരിപാടികളുമായി ബന്ധപ്പെട്ട ഒരു വലിയ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിച്ചു തോന്നുന്നു. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, CPM പോലെ ഒന്നോ രണ്ടോ സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള ഒരു പ്രാദേശിക സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് അതേ രീതിയിൽ അതേ വേഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം എന്ന് പറയുന്നതിന് യാതൊരു സാങ്കത്യവുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അഹമ്മദാബാദിൽ ചേരുകയാണ്. നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ഫാസിസത്തിനെതിരായുള്ള കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ പ്രതീകമായി. ശ്രീ PS സലീം, ഒരു കാര്യം ചോദിക്കട്ടെ. സാധാരണക്കാരായ ആളുകൾ, ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ്, ഒരു പക്ഷേ M സ്വരാജിനോടും എനിക്ക് ആ ചോദ്യം ആവർത്തിക്കേണ്ടി വരും. കാരണം വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് നിരന്തരമായി നിങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ ചോദിക്കാം, ആവർത്തിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് തന്നെ ഈ ഒരു വാർത്ത കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മാധ്യമങ്ങളെ ആകെ അടച്ചാക്ഷേപിക്കുകയല്ലാതെ താങ്കൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലെങ്കിൽ ഉത്തരം പറയണം. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി, VM സുധീരൻ, KC വേണുഗോപാൽ, K സുധാകരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു വർത്തമാനം ഇതിനോടകം കേരളത്തിലെ സാമാന്യ ജനത ഏറ്റെടുത്തു കഴിഞ്ഞു. PS സലീം, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല ആനന്ദ്, ഒരു കാര്യം കൃത്യമായി സൂചിപ്പിക്കാം. ആനന്ദ് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കളിൽ പലരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാവും. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും മത്സരിക്കുന്നില്ല എന്ന് അവരാദ്യം വ്യക്തമാക്കിയതാണ്. മുല്ലപ്പള്ളി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഒരു ചെറിയ കാലയളവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചുമതല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 20 ലോക്സഭാ സീറ്റിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി കേരള നിയമസഭയിൽ അംഗമാണ്. ഒരു നിയമസഭാംഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഉമ്മൻചാണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊരു പ്രതീക്ഷ വെച്ചുപുലർത്തിയത്, അത് ഞാൻ മാധ്യമങ്ങൾ വെച്ചുപുലർത്തിയതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കേരളത്തിൽ എല്ലാവരും കരുതുന്ന പോലെ കേരളത്തിൽ ഏത് പാർലമെന്റ് സീറ്റിൽ നിന്നാലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുറപ്പുള്ള ഒരു ജനകീയനായ നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം മാധ്യമങ്ങൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ചർച്ച ചെയ്തതിനെ കുറിച്ചോ അത് ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിച്ചതിനെ കുറിച്ചോ ഒരിക്കലും ഞാൻ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരിക്കലും അത് കൺഫ്രണ്ട് ചെയ്യുന്നില്ല. പക്ഷേ മത്സരിക്കാതിരിക്കാനുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയുടേതാണ്. അതിന് എപ്പോഴും കേരളത്തിൽ
പദമൂന്ന് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. തീർച്ചയായും എം സ്വരാജ് അടക്കമുള്ളവർ അത് നിരീക്ഷിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ സ്വരാജിലേക്ക് എത്താം. തൊട്ടു മുൻപ് എം ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, താങ്കളും ഈ സലീം പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു? ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക്, അതായത് മാധ്യമങ്ങൾക്ക് പ്രധാനമായി കിട്ടുന്ന ഈ വാർത്തകളൊന്നും അട്ടിമറിക്കപ്പെടുന്നതോ തള്ളിക്കളയുന്നതോ അല്ല, പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അങ്ങനെ ചില സൂചനകൾ വരുന്നു. ജയചന്ദ്രൻ, അതായത് കോട്ടയത്ത് കോൺഗ്രസ് തന്നെ സീറ്റ് തിരിച്ചു പിടിക്കണം, UDF എന്ന നിലയിൽ കോൺഗ്രസ് മത്സരിക്കണം, ഇടുക്കിയിലോ മറ്റോ PJ ജോസഫിനെ മത്സരിപ്പിക്കാം, KM മാണി വേണമെങ്കിൽ PJ ജോസഫിന് പിന്തുണ കൊടുക്കട്ടെ. ഈ നിലയിൽ കോട്ടയം DCCയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. VN വാസവനെതിരെ മത്സരിക്കാൻ പറ്റിയ ആളാണോ തോമസ് ചാഴിക്കാടൻ എന്നൊക്കെ ഒരു ചോദ്യം അവർ ചോദിച്ചും കഴിഞ്ഞു. ജയചന്ദ്രൻ, ആനന്ദ്, ഈ ശ്രീ PS സലീം സംസാരിച്ചത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വളരെ ഹ്രസ്വമായിട്ടൊന്ന് പറയാൻ കഴിയുമോ? PS സലീം ഈ മുതിർന്ന നേതാക്കൾ ആരും മത്സരിക്കുന്നില്ല എന്നൊരു വർത്തമാനം കേരളത്തിലെ സാമാന്യ ജനത ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു നാട്ടിൽ നമുക്കറിയാമല്ലോ, ഇലക്ഷന് കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചായക്കടയിലും കവലയിലും ഒക്കെ ഈ വർത്തമാനം ഉണ്ട്. പ്രമുഖരായ നേതാക്കൾ ആരും മത്സര രംഗത്തില്ല, അത് തയ്യാറാകുന്നില്ല എന്ന് ഞാൻ ചോദിച്ചതാണ്. എന്റെ ചോദ്യമാണ് സലീം, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല, ഞാൻ ചോദിച്ചതാണ്. പക്ഷെ PS സലീം പറയുന്നത് അത് അങ്ങനെയല്ല. CPM-നെ പോലെ ഒരു പ്രാദേശിക പാർട്ടി ഒന്നും തീരുമാനിക്കുന്നത് പോലെ കോൺഗ്രസിന് അത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ജയചന്ദ്രൻ, ഓക്കെ ഇക്കാര്യത്തില് ഈ 2 ആഴ്ച മുമ്പ് ഈ ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ചയിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് PJ ജോസഫ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് എന്നാണ് അന്ന് ഞാൻ സംസാരിച്ചിരുന്നത്. ഇപ്പം ഇന്ന് ഈ 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു കൾമിനേഷൻ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഈ മിനിഞ്ഞാണ് 10-ാം തീയതി, മാർച്ച് മാസം 10-ാം തീയതി ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം ജയചന്ദ്രൻ. ആരും ചർച്ച ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മിനിഞ്ഞാന്ന് മാർച്ച് 10-ാം തീയതി സംഭവിച്ചത് 94 പേരാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. ഈ 94 പേര് പങ്കെടുത്തതിൽ 78 പേരും എഴുതി കൊടുക്കുകയാണ് ചെയ്തത്, ശ്രീ PJ ജോസഫിനെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കരുത് എന്ന്. ഓർക്കണം, പിന്നെ ഈ 80-82% പേര് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തതിൽ 82%-അധികം പേര്, അതായത് 78 പേര്, കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, 94 പേരിൽ 78 പേര്, അത്രയും പേര് എഴുതി കൊടുത്തിരിക്കുന്നു PJ ജോസഫിനെ മത്സരിക്കരുത് എന്ന്. പിന്നെ എന്ത് പറഞ്ഞാണ് ഇപ്പോൾ വാർത്ത വരുന്നത് പോലെ പിന്നെ ഇദ്ദേഹത്തിന്, ശ്രീ PJ ജോസഫിന് ഇടുക്കിയിൽ സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം. വേറൊരു വാർത്തയിലും കാഴ്ചപ്പാടിലും വരുന്നത് ഇതിലൊക്കെ പ്രതിഷേധിച്ച ശ്രീ PJ ജോസഫ് ആ പാർട്ടി വിട്ട് UDF-നകത്ത് തന്നെ വേറെ നിൽക്കാൻ പോകുന്നു എന്ന വേറൊരു വാദഗതി. വാസ്തവത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ രാഷ്ട്രീയം പഠിക്കുന്ന, ഇതിനെ സംബന്ധിച്ച് സാമാന്യ ധാരണയുള്ള ആർക്കും എളുപ്പം മനസ്സിലാവുന്ന കാര്യം. തീർച്ചയായും താങ്കൾ തുടരൂ. എം സ്വരാജ്, ഞാൻ ആദ്യം ഈ ഘട്ടത്തിൽ ചർച്ചയിൽ ആരംഭിക്കുമ്പോൾ തുടങ്ങി വെച്ചതുപോലെ താങ്കളോട് ആ ചോദ്യം ആവർത്തിക്കുകയാണ്. വളരെ പ്രസക്തമായി നിങ്ങളും UDF-ഉം കേരളത്തിൽ ഉയർത്തുന്ന, കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പരിശോധിക്കുകയാണ്, കേരളത്തിൽ ഉയർത്തുകയാണ്. വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഉള്ളറകളിലേക്കൊന്നും പോകുന്നില്ല, അത് തീർച്ചയായും ജനങ്ങൾ കേട്ടതുമാണ്. ആ സീരിയസ്നെസ്സോടുകൂടി തന്നെ സാധാരണക്കാർ പോലും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അവിടെ UDF വലിയ അർത്ഥത്തിൽ പതറിപ്പോയോ എന്ന് അങ്ങനെ തന്നെ LDF വിലയിരുത്തുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? സ്വരാജ്, സ്വരാജ് കേൾക്കാമോ? സ്വരാജിലേക്ക് എത്താം. സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. KJ ദേവസ്യ കൂടി ടെലിഫോണിൽ നമ്മളോടൊപ്പം ഉണ്ട്, കേരള കോൺഗ്രസിന്റെ നേതാവ്. KJ ദേവസ്യ,
ഇതൊരു ചെറിയ പ്രതിസന്ധിയാണ് എന്ന് താങ്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടോ? കഴിഞ്ഞ പലതവണയായി താങ്കൾ ഞങ്ങളുടെ ചർച്ചയോടൊപ്പം ചേർന്നതാണ്. താങ്കൾക്ക് പോലും ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ആശങ്കകളൊക്കെ മറികടന്ന് കേരള കോൺഗ്രസിന്റെ ഒരു നിലപാട് ചർച്ചയുടെ ഭാഗമായി പൊതുവിൽ അവതരിപ്പിക്കാൻ താങ്കളുടെ കഴിവിന്റെ പരമാവധി താങ്കൾ ശ്രമിച്ചതുമാണ്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. കെ ജെ ദേവസ്യ, അത്ര നിസ്സാരമായി കാര്യങ്ങളെ ഇനിയും താങ്കൾ അവതരിപ്പിക്കില്ല എന്ന് കരുതുന്നു. ദേവസ്യ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിസന്ധി UDF-നകത്തോ കേരള കോൺഗ്രസിനകത്തോ ഇല്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ദേവസ്യ തുടരൂ, കേൾക്കാം. കേരള കോൺഗ്രസ് പാർട്ടി കൃത്യമായി ജനാധിപത്യപരമായി തന്നെ തീരുമാനമെടുക്കുമെന്ന് മുൻപും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ ശ്രീ PJ ജോസഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം മുൻപേ ഇങ്ങനെ പറഞ്ഞു നടന്നു എന്നല്ലാതെ പാർട്ടിയുടെ ഒരു കോറത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. എന്റെ കെ ജെ ദേവസ്യ, ഇന്നലെ കൂടെ PJ ജോസഫ് പറഞ്ഞതല്ലേ തനിക്ക് മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ട്, തന്നെ പറ്റിച്ചതാണ്. കേരളത്തിലോ രാജ്യത്തോ കേട്ട് കേൾവില്ലാത്തതുപോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്നാണ് എന്നോട് പറയുന്ന കാരണം. ഈ കാരണം വെച്ചിട്ട് കേരളത്തിലെ എത്ര ആളുകളെ ഓരോ മുന്നണിയും നിർത്തുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നതിനെ ഇനിയും താങ്കൾ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചാൽ എന്താണ് താങ്കളോട് പറയാൻ കഴിയുക? കാരണം ഒരു MLA-മാര് മത്സരിക്കേണ്ട എന്ന് ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. MLA-മാരിൽ ഉൾപ്പെടുന്നയാളാണ് ശ്രീ PJ ജോസഫും. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കേണ്ട എന്നുള്ളത് വളരെ വ്യക്തമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മഹാഭൂരിപക്ഷത്തോടു കൂടി അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പാർട്ടി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എല്ലാവരുടെയുമായി ആശയവിനിമയം നടത്തി പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല. കേരള കോൺഗ്രസിന് ഒരു പോറൽ പോലും കേൾക്കുന്ന പ്രശ്നവുമില്ല. ഈ കോട്ടയത്തെ DCC ഭാരവാഹികളുടെ ഒരു പ്രതികരണം ഇന്ന് വൈകുന്നേരം വന്നിരുന്നത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പറഞ്ഞാൽ കേൾക്കാം. അത് ഇങ്ങനെയാണ്, അതായത് കോട്ടയത്തെ സീറ്റ് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം, അവിടെ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇടുക്കിയിൽ UDF എന്ന നിലയിൽ PJ ജോസഫിനെ നിർത്തും, KM മാണി പിന്തുണയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ. ആരുടെയെങ്കിലും ഒക്കെ ഭാവനകളായിരിക്കും ആരെല്ലാം മത്സരിക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നത്. ശരി, വ്യക്തമാണ് ദേവസ്യ. ഏതായാലും M സ്വരാജിലേക്ക് പോകുന്നു. സ്വരാജ്, ക്ഷമിക്കണം, ആദ്യഘട്ടത്തിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങളും UDF-ഉം കേരളത്തിലെ അടക്കം ജനങ്ങളോട് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന്. പ്രമുഖരായ നേതാക്കൾ ആകെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ഹൈക്കമാൻഡിനോട് തുറന്നു പറയുന്നു. അത് കേരളത്തിലെ സാധാരണ ഗതിയിൽ കവലകളിലും ചായക്കടയിലും അടക്കം സാധാരണക്കാരും പറയുന്നുണ്ട്. ഈ പ്രമുഖരൊക്കെ മത്സരിക്കാൻ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭയന്നിട്ടാകണമോ സ്വരാജ്, ആദ്യഘട്ടത്തിൽ തന്നെ ഇതുപോലൊരു പ്രസക്തമായ തെരഞ്ഞെടുപ്പിൽ UDF പതറിപ്പോയോ? സ്വരാജ്, തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ച് അതിലെ ഘടകകക്ഷികളെ കുറിച്ചൊക്കെ അവരവർ പറയുന്ന അഭിപ്രായങ്ങളോട് ഞാനിപ്പോൾ തർക്കിക്കുന്നില്ല. ഓരോ പാർട്ടിക്കും മുന്നണിക്കും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് നിശ്ചയിക്കാനെല്ലാമുള്ള ജനാധിപത്യ അവകാശമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആരുമായി തർക്കത്തിനില്ല. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുക താങ്കൾ ഇവിടെ പറഞ്ഞ കാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ചേർന്നു. സ്ഥാനാർത്ഥികൾ പ്രചരണത്തിലേക്ക് കടന്നു. പ്രചരണം ചൂടുപിടിച്ചു. ഈ ഘട്ടത്തിലും കേരളത്തിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ മുന്നണിയാണ് UDF. UDF-ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികളെ ഇപ്പം നാളെ നിശ്ചയിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാത്ത ഒരു പുതിയ വാർത്ത, ഒരു പുതിയ അന്തരീക്ഷം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. അതാണ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത്. മത്സരിക്കും എന്ന് കരുതപ്പെട്ടിരുന്ന നിലവിൽ MP-മാരായിട്ടുള്ളവരുൾപ്പെടെയുള്ള UDF-ലെ കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കന്മാർ ഇപ്പോൾ മത്സരരംഗത്തില്ല എന്ന് കേൾക്കുന്നു. അതും കേൾവികളാണ്, വാർത്തകളാണ്. ചില MP-മാരെല്ലാം, ചില പ്രമുഖ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് കണക്കാക്കി അവരുടെ പ്രചരണ ബോർഡുകൾ വരെ പ്രിന്റ് ചെയ്ത് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇപ്പം മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായിട്ടാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഭയമെന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, തെരഞ്ഞെടുപ്പല്ലേ. പക്ഷെ ഒന്നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ സ്ഥാനാർത്ഥി പട്ടിക മികച്ചതാണ് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം പാർലമെന്റിലേക്ക് പോകേണ്ടവരാണ് എന്നൊരു തോന്നൽ സമൂഹത്തിൽ പൊതുവായി ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ തങ്ങളുടെ നില പരുങ്ങലിലാണ് എന്ന് ഈ പ്രമുഖ നേതാക്കന്മാരിൽ പലരും തിരിച്ചറിയുകയാണ് ശരിയായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളിക്ക് തങ്ങളില്ല എന്ന നിലയിലാണ് സ്വന്തം ചിത്രം പതിച്ച പ്രചരണ ബോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞ ശേഷം ഇവരിൽ പലരും ഇപ്പോൾ പിന്മാറുന്നതായി കേൾക്കുന്നത്. സ്വരാജ് അല്പസമയം തരണം സ്വരാജ്. ഞാൻ ഒന്ന് പി എസ് സലീമിനോട് ചോദിച്ചോട്ടെ, താങ്കൾ പറഞ്ഞ അഭിപ്രായം. പി എസ് സലീം, എനിക്ക് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. പക്ഷേ സ്വരാജ് പറയുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടിക വലിയ പ്രഭാവം അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെല്ലാവരും പാർലമെന്റിൽ പോകേണ്ടവരാണ്. പ്രത്യേകിച്ചും നിങ്ങളും LDF-ഉം ഒരുപോലെ വാദിച്ച പ്രസക്തമായ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ ഭയന്നിട്ടാകണമോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം സ്വയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ പി എസ് സലീം? അങ്ങനെ തുറന്നു പറയാൻ താങ്കൾക്ക് ആകില്ലെങ്കിലും ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും പ്രമുഖരായ നേതാക്കൾ ഒരു ഘട്ടമല്ല, രണ്ടു ഘട്ടമല്ല, 3ഉം 4ഉം ഘട്ടം ചർച്ച ചെയ്യുമ്പോഴും മത്സരിക്കാൻ ഞങ്ങളില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താണ് സലീം? അല്ല, ഈ ആനന്ദിന്റെ ഒരു ആശങ്ക അത് സ്വരാജ് തന്നെ അത് ക്ലിയർ ചെയ്തു. ഇതിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ടൈമിങ് അത്ര പ്രസക്തമല്ല എന്ന് പറഞ്ഞു. തീർച്ചയായും അത് അദ്ദേഹവും സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം വളരെ പ്രസക്തമായി ചൂണ്ടിക്കാണിച്ചത് ഒരു കാര്യമാണ് ഞാൻ താങ്കളുടെ മുന്നിൽ വെച്ചത്. ആനന്ദ്, രണ്ടാമത്തെ വിഷയം, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 20 സ്ഥാനാർത്ഥികളും മികച്ചതാണെന്ന് സ്വരാജ് പറയുന്നതിൽ അത്ഭുതമില്ല. അത് പറയാൻ സ്വരാജ് ബാധ്യസ്ഥമാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു കൃത്യമായി സ്ഥാനാർത്ഥിനെ കഴിഞ്ഞു നിൽക്കുമ്പോൾ സ്വരാജിനെ പോലെ CPM-ന്റെ വളരെ പ്രമുഖനായ ഒരു നേതാവ് തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും. അത് പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് വിയോജിക്കാൻ കഴിയില്ല. പക്ഷേ ആ അവകാശവാദം ഉന്നയിക്കുമ്പോഴും പൊന്നാനിയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും തിരുവനന്തപുരത്ത് ശ്രീ C ദിവാകരന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പേയ്മെന്റ് സീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന കമ്മിറ്റി പരസ്യമായി അച്ചടക്ക നടപടി സ്വീകരിച്ച് തരം താഴ്ത്തിയ ഒരു നേതാവിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടം നടക്കുന്ന ശശി തരൂരിനെ പോലെ ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റി, ഈ ഒരുപക്ഷെ ഫാസിസ്റ്റ് സംഘടനകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തിയത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ മെറിറ്റും ഡീമെറിറ്റും ഞാനത് ചർച്ച ചെയ്യുന്നു. കാരണം അത് ശരിയല്ല എന്നുള്ളതായിരുന്നു നിലപാട്. പക്ഷെ സ്വരാജിന്റെ അവകാശവാദം, അത് ഞാൻ ആ അവകാശവാദത്തെ പൂർണ്ണമായും മാനിക്കുന്നു. മറ്റൊന്ന്, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥികൾ പിന്മാറുന്നു എന്ന് പറയുന്നത് അത് പൂർണ്ണമായും വസ്തുതകൾക്ക് വിരുദ്ധമാണ്. ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു, ഞാൻ മത്സരരംഗത്തില്ല, ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. നിയമസഭാ സാമാജിക നില 50 വർഷം പൂർത്തിയാക്കാൻ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ മോഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണെങ്കിലും ആദ്യം മുതൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിയമസഭാംഗം എന്നതിൽ തുടരാൻ ആഗ്രഹിക്കുന്നത്, നിയമസഭാംഗങ്ങൾ മത്സരിക്കുന്ന ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല എന്ന്. പിന്നെ നിങ്ങൾ ഏത് നേതാവാണ് മത്സരരംഗത്ത് പിന്മാറി എന്ന് പറയുന്നത്? ബാക്കി ആര് മത്സരരംഗത്തുണ്ടാവും ഇല്ല എന്ന് ഇപ്പോൾ സ്വരാജിനോ അതല്ലെങ്കിൽ ഈ ചർച്ച ഏകോപിപ്പിക്കുന്ന ആരെങ്കിലും പറയാൻ കഴിയും? ഇല്ല, അതിലൊന്നും ആർക്കും ആശങ്കയില്ല. ഞാൻ ചോദിച്ചത് വളരെ സാമാന്യ ഗതിയിൽ ചിന്തിക്കുന്ന കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ചിന്തിച്ചു. LDF 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നിർത്തി. നേരത്തെ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ, അല്ല, എനിക്കിതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല പി എസ് സലീം. 20 മണ്ഡലത്തിലും അവർ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലേക്ക് കടന്നു. നോക്കുമ്പോൾ ഒരു കൂട്ടം യുവാക്കളും നേരത്തെ തന്നെ ഈ പാർലമെന്ററി രംഗത്ത് കഴിവ് തെളിയിച്ചവരുമായ ഒരു കൂട്ടം പ്രഗത്ഭരായ ആളുകളെ മത്സര രംഗത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞു. അവരൊരു പടി മുന്നിലേക്ക് പോയി കഴിഞ്ഞു. അതിന് എത്ര വാദിച്ചാലും അത് അങ്ങനെ തന്നെ ആയി നിലനിൽക്കുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ആരോടാണ് ഇനിയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വലിയ ആശയക്കുഴപ്പമുണ്ട് എന്ന് എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ സലീം. അങ്ങനെ നേരിട്ടറിയാത്ത കാര്യങ്ങൾ ചുമ്മാ കഥയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയുമോ എല്ലാവർക്കും? ഏത് കാര്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പവുമില്ല. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. ഈ LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് താങ്കൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രശ്നം താങ്കൾ പറഞ്ഞു. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവമുള്ള ഡീമെറിറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ താങ്കൾ സ്വരാജിന് മുന്നിൽ?
ആനന്ദ് വളരെ സ്പെസിഫിക് ആയി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെയും മെരിറ്റും ഡീമെരിറ്റും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചർച്ച ചെയ്യാൻ എന്റെ പാർട്ടിയുടെ ഒരു നിലപാട് എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ അങ്ങനെ സംസാരത്തിലേക്ക് കടക്കാമെന്ന് കരുതാമല്ലോ. അല്ല, ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഒരു കാലത്തുമില്ലാത്ത ഒരു നക്ഷത്ര പ്രഭാവം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി ലിസ്റ്റിന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അത് സൂചിപ്പിച്ചു എന്നുള്ളൂ. അതുപോലും പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. രണ്ടാമത്തെ വിഷയം, നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. CPM ഇതിനു മുമ്പും സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവർ നേരത്തെ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ഇന്ന് കേരളത്തിൽ മാധ്യമങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ നിരീക്ഷണം കൃത്യതയുള്ളതാണ്. ഞാൻ സ്വരാജിനോട് ചോദിക്കാം. സ്വരാജ്, ആദ്യം തന്നെ PS സലീം പറഞ്ഞതാണ് CPM-നെ പോലെ 1-2 സംസ്ഥാനങ്ങളിൽ ഉള്ള ഒരു പാർട്ടിയല്ല. അതിൻ്റെതായ സങ്കീർണതകൾ ഇതുപോലൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വരും. വലിയ ചർച്ചകൾ നടക്കും. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ടൊന്നും വിജയം ചാടിക്കടക്കാൻ കഴിയുന്നതല്ല, അതിലൊന്നും വലിയ കാര്യവുമില്ല എന്ന് തന്നെ നിസ്സാരവൽക്കരിക്കുന്നു. വലിയ ഒരു സംഭവമല്ല. പക്ഷെ എങ്കിലും ഒരു മുന്നോട്ട് പോക്ക് അത് എവിടെയോ നിശബ്ദമായി അംഗീകരിക്കപ്പെടുന്നുണ്ട് സലീമിന്റെ വാക്കുകളിൽ. സ്വരാജ്, ഞാൻ ബഹുമാന്യനായ ഇവിടെ സംസാരിച്ചതിന്റെ ആദ്യ ഭാഗം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്തോ ഒരു കമന്റ് നടത്തിയത് മുതലുള്ള ഭാഗങ്ങളെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കേട്ട ഭാഗത്തിനും താങ്കളുടെ ചോദ്യത്തിനുമാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഞാൻ പ്രതികരിക്കേണ്ടതായ എന്തെങ്കിലും അദ്ദേഹം ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ അത് ആ ചോദ്യമാണ് ഞാൻ താങ്കളോട് ഇപ്പൊ വെച്ചത്. ആദ്യം അദ്ദേഹം തുടങ്ങുമ്പോൾ പറഞ്ഞത് CPM-നെ പോലെ സ്വരാജ് പറഞ്ഞു അംഗീകരിച്ചാണ് പറഞ്ഞത്. അതല്ല, താങ്കൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞത് CPM-നെ പോലെ അത്ര പെട്ടെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ലളിതമായ ചടങ്ങല്ല കോൺഗ്രസിനുള്ളിൽ, അത് സങ്കീർണമാണ് എന്നാണ്. അല്ല, അതില് രണ്ട് കാര്യമാണ്. ഒന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു എന്നതൊന്നും ഞാൻ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് പ്രഖ്യാപിക്കാം, അതിനുള്ള അവകാശം അവർക്കുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതെന്ന് പറയാൻ പോലുമുള്ള അവകാശം അവർക്കുണ്ടല്ലോ. ഞാൻ അതിനല്ല ചോദ്യം ചെയ്തത്. പിന്നെ ഞങ്ങളുടേതൊരു വലിയ പാർട്ടിയാണ്, CPM പോലൊരു ചെറിയ പാർട്ടിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനോട് തർക്കിക്കുന്നൊന്നുമില്ല. CPM ചെറിയ പാർട്ടിയാണ് തീർച്ചയായും. CPM-നെ അപേക്ഷിച്ച് കോൺഗ്രസ് വലിയ പാർട്ടിയാണ്. പക്ഷെ കോൺഗ്രസിന്റെ വലിപ്പവും ഇപ്പോൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ സ്വയംവിമർശനപരമായി പരിശോധിക്കേണ്ടതാണ്. പഴയ കോൺഗ്രസ് അല്ലല്ലോ ഇപ്പോൾ, എത്ര സ്റ്റേറ്റിലാണ് അധികാരത്തിലുള്ളത്. പക്ഷെ ഈ വലിപ്പച്ചെറുപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പ്രതിഫലിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അറിയില്ലേ, ഉത്തർപ്രദേശിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ലല്ലോ. കേരളത്തിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് KPCC വളരെ കൃത്യതയാർന്ന ഒരു പട്ടിക ഒരു മണ്ഡലത്തിലേക്ക് ഒരാളെ വെച്ച് തീരുമാനിച്ചാൽ പിന്നെ ഹൈക്കമാൻഡിന് വല്ല പ്രയാസം ഉണ്ടാവുമോ? നിങ്ങൾ ഒരു മണ്ഡലത്തിൽ എത്ര പേരെ വെച്ചിട്ടാണ് പട്ടികയിലുള്ളതെന്നൊക്കെ നിങ്ങളെ അനുകൂലിക്കുന്ന പത്രങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് പോട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ കോൺഗ്രസിന്റെ സമുന്നതരായ പല നേതാക്കന്മാരുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടല്ലോ. ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പകയും ശത്രുതയും ഉള്ളതല്ലോ. വളരെ സൗഹൃദമായ അന്തരീക്ഷം നിലനിർത്തേണ്ടതല്ലേ? കോൺഗ്രസിന്റെ വളരെ സമുന്നതനായ ഒരു നേതാവ് തെരഞ്ഞെടുപ്പിന് കുറെ മുൻപ് എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിലവിലുള്ള സിറ്റിംഗ് MP-മാരെല്ലാം കോൺഗ്രസ്സുകാർ മത്സരിക്കും, ഞങ്ങൾ അങ്ങനെയാണ് ആലോചിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാത്തത് ഒരു വ്യക്തിപരമായ സംഭാഷണം ആയതുകൊണ്ടാണ്. വ്യക്തിപരമായ സംഭാഷണം ചർച്ചയിൽ പറയാൻ കാരണം അതിൽ വിവാദങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു രഹസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ കോൺഗ്രസിന്റെ ആ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോ അങ്ങനെ പറയുന്നില്ല. എല്ലാ MP-മാരും മത്സരിക്കുമോ, അത് കോൺഗ്രസിന്റെ നയമാണോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ആരുടെ കാര്യത്തിലാണ് പിന്മാറിയതെന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആലപ്പുഴയിലെ നിങ്ങളുടെ MP ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഞാൻ ഇങ്ങനെ പ്രത്യേകമായി ചോദിക്കാൻ കാരണം നമുക്ക് ചില കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോ അത്തരം അറിവുകൾ മാറ്റിവെച്ചാലും കേരളത്തിലെ പത്രമാധ്യമങ്ങളാകെ, അത് UDF-നെ അനുകൂലിക്കുന്ന കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന പത്രങ്ങൾ ഉൾപ്പെടെ
ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്ന ചർച്ച ചെയ്യുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആൾ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാർ ഇപ്പൊ മത്സര രംഗത്ത് നിന്ന് പുറകോട്ട് പോകുന്നു എന്നാണ്. ആ വാർത്തകൾ മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് തള്ളി പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് തർക്കിക്കാൻ വരില്ല. പക്ഷേ മൊത്തം മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിന്റ് ചെയ്ത ബോർഡുകൾ സ്ഥാപിക്കാതെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇടത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ലഭിച്ച വ്യാപകമായ അംഗീകാരം നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ചിലരെയെങ്കിലും മത്സരത്തിൽ നിന്ന് വിലക്കുന്നുണ്ട്. പിന്നെ MLA-മാരെ സംബന്ധിച്ച് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു MLA-യും മത്സരിക്കില്ല എന്ന് ഉറപ്പു പറയാൻ കോൺഗ്രസ് നേതാവിന് കഴിയുമോ? AICC അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതായി കേൾക്കുന്നു. പക്ഷെ ഇപ്പോൾ MLA-മാരിൽ ചിലർ മത്സരിച്ചാൽ തരക്കേടില്ല, ചിലർ മത്സരിക്കണമെന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടയിൽ അഭിപ്രായം ഉയർന്നു വന്നതായിട്ടാണ് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ അദ്ദേഹം പറയട്ടെ. സർവത്ര ആശയക്കുഴപ്പവും അനൈക്യവും കോൺഗ്രസിൽ തലപൊക്കിയതായിട്ടാണ്, UDF-ലുള്ളതായിട്ടാണ് എല്ലാ വാർത്തകളും തെളിയിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ചിലരുടെ എല്ലാം പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഘടകകക്ഷികളുടെ ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങളും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ട് എന്നെല്ലാം മാധ്യമങ്ങളും പറയുകയാണ്. അതിനോട് എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് എനിക്കറിയില്ല. PS സലീം പറയൂ. മുല്ലപ്പള്ളിയും ഇന്ന് പറഞ്ഞത് KC വേണുഗോപാൽ മത്സരിക്കില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ആ വാർത്തകളെ ആകെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ്. ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ സ്വരാജിന്റെ വാക്കുകൾക്കിടയിൽ കൂട്ടിച്ചേർത്തതാണ്. പറയൂ സലീം, പറയൂ. അല്ല ആനന്ദ്, പറയൂ. സ്വരാജിന്റെ ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഈ MLA-മാർ മത്സരിക്കില്ല എന്ന ഒരു കല്ലിൽ കൊത്തിവെച്ച കൽപ്പനകളൊന്നും ഞങ്ങളുടെ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഒരുപക്ഷെ അത് പരിഗണിക്കേണ്ടി വന്നാൽ അങ്ങനെ പരിഗണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നിലപാടുമൊക്കെ ആ ഓപ്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ ഒരു പ്രൊസീജിയറുമായി മുമ്പോട്ട് പോകുന്നത്. അല്ല സർ, PS സലീം, ഞാനൊന്ന് വ്യക്തത വരുത്തുകയാണ്. താങ്കൾ ഈ ചോദ്യങ്ങളിൽ വ്യക്തത ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നേരിട്ട് താങ്കളിലേക്ക് വന്നത്. ഞാൻ സ്വരാജിന്റെ കുറച്ചുകൂടി അദ്ദേഹം പറഞ്ഞതിൽ ഒരു ക്ലാരിഫൈ ചെയ്ത് ചോദിക്കാം. എന്താണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിങ്ങൾ കാണുന്നത്? അതിനോടൊരു, ഞാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, സ്വരാജ് അല്ല ആ വാക്ക് ഉപയോഗിച്ചത്, അതിനോടൊരു ഭയം കേരളത്തിലെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രമുഖർക്ക് ഇവിടെ രംഗത്തിറങ്ങാൻ, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്തെങ്കിലും ഭയം അല്ലെങ്കിൽ പിന്നോട്ട് പോക്ക് എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും വർത്തമാനം പറയുന്നുമുണ്ട്. PS സലീം, അങ്ങനെ ഒരു പ്രശ്നം അത് പണ്ടൊന്നും ഇല്ലാത്തതാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. സലീം, എനിക്ക് ആനന്ദിന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഞാൻ സ്വരാജിന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് ഒരു പേര് മാത്രമാണ്. അഖിലേന്ത്യാ PS സലീം എങ്ങനെയെങ്കിലും ആ ചർച്ചയിൽ അങ്ങനെ പറയില്ല, അത് ഒരു പേര് മാത്രമായി പറഞ്ഞതാണ്. ആ ഒരു പേരിന്റെ പറയാൻ അത് KC വേണുഗോപാൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇതിലൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പൊക്കെ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റികൾ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അതത് സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റും CLP ലീഡറും കഴിഞ്ഞാൽ ഈ രണ്ടാളുകള് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ട്. സോ ആ ഒരു തിരക്ക് KC വേണുഗോപാലിന് മുമ്പിൽ ഒരു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എങ്ങനെയാണ് ആലപ്പുഴയിൽ മത്സരിക്കില്ലെന്നാണ് പറഞ്ഞത്? കേരളത്തിൽ മറ്റെവിടെയും മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്ന് KPCC-യുടെ അധ്യക്ഷൻ പറയുന്നത് ഈ ആലപ്പുഴയിൽ മാത്രമേ തിരക്ക് ബാധിക്കുകയുള്ളൂ എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് സലീം. അത് വ്യക്തതയില്ല താങ്കൾ ഞാനത് പറഞ്ഞു തീരുമ്പോൾ ആണെന്ന് മനസ്സിലാവും. അത് KC വേണുഗോപാലിന്റെ നിലപാടാണ്. അതുകൊണ്ട് ആലപ്പുഴയിലെ വോട്ടർമാരോട് നീതി പുലർത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ മത്സര രംഗത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് KC വേണുഗോപാലാണ്. ഇനി ഒരുപക്ഷെ KC വേണുഗോപാൽ ഏതെങ്കിലും കർണാടകയിലോ കേരളത്തിലോ ഏതെങ്കിലും സ്ഥലത്തിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന്
രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ അങ്ങനെ ഒരു തീരുമാനം നമുക്കിപ്പോൾ നമുക്ക് ആൻസിപ്പേറ്റ് ചെയ്യാനോ അതിനു മുമ്പ് സ്വരാജിലേക്ക് പോയി ഒരു ഇടവേള അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. എം സ്വരാജ്, ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ, എന്തിനാണ് ഇങ്ങനെ പുകമറ സൃഷ്ടിക്കുന്നത് എന്ന നിലയിലാണ് ചോദ്യങ്ങളെല്ലാം സലിം ചോദിക്കുന്നത്. KC വേണുഗോപാലൊക്കെ ആലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അല്ലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് എന്നാണ്. പക്ഷെ അതിനോടൊപ്പം അദ്ദേഹം ഈ തിരക്കിന്റെ കാര്യവും പറയുന്നുണ്ട്. AICCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയുള്ള ആളാണ്. പിന്നെ KC വേണുഗോപാലിന്റെ പേര് മാത്രം സ്വരാജ് ചൂണ്ടിക്കാണിച്ചതിന്റെ ഒരു സാങ്കത്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്വരാജ്, ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിനെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ ചർച്ച കേൾക്കുന്നവർ എന്താണ് ധരിക്കുക? അദ്ദേഹത്തിന്റെ വാദഗതി നോക്കൂ. KC വേണുഗോപാൽ വളരെ ഉയർന്ന പദവി കോൺഗ്രസിൽ വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ട്. ഞാൻ അതിനോടൊന്നും എതിർക്കുന്നില്ല, സത്യമാണ്, നമുക്കറിയാലോ. ആ തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് വരിക എന്താണ്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സ്ക്രീൻ ചെയ്യുന്ന ഉന്നത സമിതിയിൽ ശ്രീ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഉണ്ട്. അപ്പൊ അത്രയും ഭാരിച്ച തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിനേക്കാൾ സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്വ തിരക്കുള്ള രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത തിരക്കാണോ KC വേണുഗോപാലിനുള്ളത്? രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളുടെ തിരക്ക് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പൊ രാഹുൽ ഗാന്ധി തിരക്കില്ലാത്ത ആളും KC വേണുഗോപാൽ തിരക്കുള്ള ആളുമാണോ? രണ്ടാമത്തെ ചോദ്യം, ആ തിരക്ക് ആലപ്പുഴയിൽ മാത്രമാണോ ബാധകം? ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കർണാടകയിലോ കേരളത്തിലോ മത്സരിക്കും. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ഒഴികെയുള്ളിടത്ത് തിരക്ക് ബാധകമല്ലേ? ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കില്ലേ? കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്കിടയിൽ വെല്ലുവിളിയൊന്നും വേണ്ട, പക്ഷെ ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ പറയുന്നു, ആലപ്പുഴയിൽ ഇത്തവണ മത്സരിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം നേരിടും എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മനസ്സിലായിരിക്കുന്നു. ഈ 2 ദിവസത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആലപ്പുഴയിലെ ആ ഓളം അത്ര വലുതാണ്. അതുകൊണ്ടാണ് പ്രിന്റ് ചെയ്ത ബോർഡുകൾ വെക്കാതിരിക്കുന്നത്. ഈ പേര് മാത്രം ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചത്, ഞാൻ ആരെയും പേര് പറഞ്ഞിട്ട് വിമർശിക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ മാധ്യമങ്ങൾ നല്ലതുപോലെ ഈ പേര് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത് പേര് പറയണമെങ്കിൽ ഇനിയും ഞാൻ പറയാം. പത്തനംതിട്ടയിലെ നിങ്ങളുടെ MP അവിടെ മത്സരിക്കുമോ? അങ്ങനെ ഓരോന്നും നമുക്ക് എടുത്തു നോക്കാം. ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് MPമാർ മുഴുവൻ മത്സരിക്കും എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന കോൺഗ്രസ് അതിൽ നിന്ന് ഇപ്പോൾ പുറകോട്ട് പോയി. പലരും മത്സരിക്കുന്നില്ല, ചിലരെ വേണ്ട എന്ന് അവിടുത്തെ പാർട്ടി പറയുന്നു. സർവത്ര ആശയക്കുഴപ്പമാണ്. തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ നിങ്ങൾ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അടിപതറിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെ സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തൽ. തീർച്ചയായും ഒരു ഇടവേള അനിവാര്യമാണ്. തീർച്ചയായും അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ന്യൂസ് ആൻഡ് വ്യൂസും ഈ ചർച്ച എടുക്കുന്നത്. കാരണം തീർച്ചയായും മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസും LDFും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി കേരളത്തിലെ സാധാരണക്കാരോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എവിടെയോ പാളിയതുപോലെ അല്ലെങ്കിൽ മുൻപെങ്ങും ഇല്ലാത്തതുപോലെ വലിയ ആശങ്കയിൽ UDF നിൽക്കുന്നത് പോലെ സാധാരണക്കാർ ചിന്തിക്കുന്നു. ആ ചോദ്യം ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്നു എന്നേ ഉള്ളൂ. KJ ദേവസ്യ വളരെ തുറന്നു ചോദിക്കുകയാണ്, കേരള കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട്, വളരെ സങ്കീർണമാണ്, മുൻപെങ്ങും ഇല്ലാത്ത വിധം. അത് PA സലിമിന്റെ ഒക്കെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാം നമുക്ക്. അത് വളരെ സുവ്യക്തമാണ്, താങ്കളും അത് കേൾക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ കോട്ടയത്തും കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ വിഷയങ്ങളെ സങ്കീർണമാക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇതിനകത്തെ ഗ്രൂപ്പ് വിഷയങ്ങൾ വലിയ സങ്കീർണതയിലേക്ക് കേരള കോൺഗ്രസിന്റെ പ്രശ്നങ്ങളെ കൊണ്ടുപോകുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് താങ്കൾ മറുപടി പറയരുത്. കാരണം കോട്ടയത്തെ DCC തന്നെ ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ആ കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുത്ത് അവിടെ മത്സരിക്കണം, PJ ജോസഫിനെ ഇടുക്കിയിലോ മറ്റോ മത്സരിപ്പിച്ച് UDFന്റെ സ്ഥാനാർത്ഥിയായി തന്നെ വിജയിപ്പിക്കണം, മാടിയാണെങ്കിൽ പിന്തുണയ്ക്കുന്ന നിലപാടാണെങ്കിൽ ഒപ്പം നിൽക്കട്ടെ എന്ന് DCC പറയുന്നു. ഇതെല്ലാം ഓരോ ജില്ലയുടെയും ഗ്രൂപ്പ് സമവാക്യങ്ങളോ പ്രസ്താവനകളോ മാത്രമാണോ KJ ദേവസ്യ? അല്ല, ഇതെല്ലാം ഭാവനാവിലാസമാണ്. ഇത് ഏത് ഭാവനയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദേവസ്യ. ഇത് എന്റെ ഭാവനയല്ല, കോട്ടയം DCCയുടെ ഭാവനയാണോ? കോട്ടയം DCCക്ക് അങ്ങനെ ഒരു ഭാവനയുണ്ടെങ്കിൽ അവർക്ക് KPCCയുടെ നേതൃത്വത്തെ അറിയിക്കാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. KPCCയുടെ നേതൃത്വം അറിയാതെ ഈ DCCക്ക് മാത്രമായി ചില ഭാവനകൾ അത് എല്ലാ ജില്ലകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണോ താങ്കളും പറയുന്നത്?
അല്ല, അങ്ങനെ അവർ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു പാർട്ടികൾ ഇടപെടുക എന്ന് പറയുന്നത് ശരിയുമല്ല, അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുമില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഈ ദിവസങ്ങളിൽ പറയുന്നു വേണ്ടി വന്നാൽ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നതെന്ന് ചില ആശങ്കകളും പറയുന്നുണ്ട്. ചിലപ്പോൾ ആ നിലയിലുള്ള അത്യാഹിതങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിവുള്ള ജനസ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ നിലയിൽ മാത്രമാണ് ശക്തിയുള്ളതുകൊണ്ടാണ് ഞങ്ങളുമായി സഖ്യമുള്ളത് പലർക്കും. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിയുമ്പോൾ പലവിധത്തിലുള്ള ആക്ഷേപങ്ങളും പലർക്കും പറയാം. അതിലുപരി പാർട്ടി എടുത്ത നിലപാട് കൃത്യമായ നിലപാടാണ്. അല്ല, അതെനിക്ക് വ്യക്തമാണ്. ഈ നിലപാടുകളിലും ഇപ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുള്ളതായി, കൈകടത്തലുള്ളതായി തോന്നുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, ഞങ്ങൾ ആവശ്യമില്ലാതെ ആരെയും സംശയിക്കുന്നില്ല. എന്ന് തന്നെയല്ലേ? ഹലോ, ഇല്ല എന്ന് തന്നെയല്ലേ കെ ജെ ദേവസ്യ പറയുന്നത്? ഇല്ല, അതെ, ആരെങ്കിലും പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മാതിരിയുള്ള ചർച്ചകൾ ഉണ്ടാകാറുള്ളതാണ്. അതുപോലൊരു തെരഞ്ഞെടുപ്പ് അല്ല എന്ന് ഇരു മുന്നണികളും കേരളത്തിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടി UDF-ഉം LDF-ഉം ഒരുമിച്ച് ഒരേ അഭിപ്രായത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും എം ജയചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ് മാധ്യമപ്രവർത്തകൻ. എനിക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ച് ചർച്ച തുടങ്ങുമ്പോൾ പറയുന്നത് രണ്ട് മുന്നണികളും വളരെ സുപ്രധാനമാണ് എന്ന് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദേവസ്യ ഇപ്പോൾ പറയാൻ തുടങ്ങിയത് മോദിക്കെതിരാണ്, അത് ഫാസിസത്തിനെതിരാണ്, ആ നിലയിലൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പ്രാധാന്യത്തിലെ കുറിച്ച് പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ആശങ്കയോടുകൂടി UDF-നെ പോലൊരു സംവിധാനം മുൻപെങ്ങും ഇല്ലാത്തവണ്ണം പകച്ചു പോകുന്നുണ്ടോ? ഇതിനുള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പുകൾ, പ്രമുഖ നേതാക്കളുടെ മാനസികമായ ഐക്യമില്ലായ്മ അത് കൊണ്ടെത്തിക്കുന്നുണ്ടോ എന്നാണ്. ജയചന്ദ്രൻ നാളെ ഉമ്മൻചാണ്ടി PJ ജോസഫിനെ കാണും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നും ഇടുക്കിയിലേക്ക് PJ ജോസഫിനെ മത്സരിക്കാൻ തീരുമാനിക്കണമെന്നും ഒക്കെ അവിടുത്തെ ഒരു DCCയുടെ അഭിപ്രായം വരുന്നുണ്ട്. ഇതിലൊക്കെ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടോ? അല്ലെങ്കിൽ പ്രമുഖരായ നേതാക്കൾ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനവും ആകാത്ത സമയത്തും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണോ ജയചന്ദ്രൻ? തീർച്ചയായിട്ടും ഇത് ഈ ആന്റി മാനി ആക്ടിവിറ്റീസ് UDF നേതാക്കളിൽ നിന്നുണ്ടാകുന്നു എന്ന് 2014 മുതൽ ശ്രീ KM മാണിക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും അതിശക്തിയായ ഫീലിംഗ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് പിന്നീട് വന്നിട്ട് ഇപ്പോൾ ഇടയ്ക്ക് അവർ 2014 ഇലക്ഷന് ശേഷം കുറച്ചു കാലം UDF-ൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം വീണ്ടും ചെങ്ങന്നൂർ ഇലക്ഷന് മുമ്പ് തിരിച്ച് UDF-ലേക്ക് മടങ്ങി. ആ മടങ്ങാനിടയായ സാഹചര്യം സൃഷ്ടിച്ചത് PJ ജോസഫാണെന്ന് എല്ലാവർക്കും അറിയാം. PJ ജോസഫിന്റെ നിർബന്ധം മൂലമാണ് വീണ്ടും ശ്രീ KM മാണിയും MLA-മാരും UDF-ലേക്ക് മടങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷൻ വരുന്നത്. അപ്പോൾ എക്കാലവും ഈ 2014 മുതലുള്ള ബാർക്കോഴ കേസ് പോലുള്ള സമയത്ത് ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ശ്രീ KM മാണിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരും പറയുന്ന ആന്റി മാണി ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ്, അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ PJ ജോസഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില കരുക്കൾ നീക്കുകയാണ് കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എന്ന് തന്നെയാണ് മാണി വിഭാഗത്തിലെ ഉന്നതർ കരുതുന്നത്. അതിന് കരുതാൻ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായ പശ്ചാത്തലവുമുണ്ട്, ന്യായങ്ങളും കാരണങ്ങളുമുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ ഇപ്പോൾ ഈ PJ ജോസഫിന് ഇടുക്കി സീറ്റ് കൊടുക്കും, ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തെ അങ്ങേയറ്റം ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ കോൺഗ്രസ് ഇടപെടും എന്ന് വ്യാഖ്യാനിച്ച് വെക്കുന്നതിനും തുല്യമാണെന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ള ഒരു അഭിപ്രായം. കാരണം ഈ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. 6 അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ 2 പേർ മാത്രം മാറി നിന്നാൽ, ജോസഫ് വിഭാഗം എന്ന് പറഞ്ഞാൽ 2 പേരാണ്, PJ ജോസഫും മോൻസ് ജോസഫും, അവർ 2 പേരും മാത്രം മാറി നിന്നാൽ അവർക്ക് വേറൊരു എൻറ്റിറ്റി ആയിട്ട് എങ്ങനെ UDF-ൽ നിൽക്കാൻ കഴിയും? പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ KM മാണിയാണ്. KM മാണി ഈ 2 പേരെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന സ്പീക്കർ കത്ത് കൊടുത്താൽ ആ 2 MLA-മാരുടെ സ്ഥാനം നഷ്ടപ്പെട്ടില്ലേ? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർ അയോഗ്യരാവില്ലേ? അതൊരു കാര്യം. മറ്റൊരു കാര്യം, PJ ജോസഫിന് സീറ്റ് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 94 പേരിൽ 78 പേര് ഭൂരിപക്ഷ പ്രകാരം എഴുതി കൊടുത്തതാണ് 10-ാം തീയതി. ഇനിയിപ്പോൾ കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുത്തിട്ട് PJ ജോസഫിന്റെ സീറ്റ് കൊടുത്താൽ പാർട്ടി ചെയർമാൻ്റെ അനുവാദമില്ലാതെ ഒരാൾ അവിടെ ആ സീറ്റിൽ മത്സരിപ്പിക്കാൻ പറ്റുമോ UDF-ന്? അത് കഴിയില്ലല്ലോ.
ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് ശ്രീ പി ജോസഫ് പോകേണ്ടി വരും. ഇതൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ തന്നെ ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് ആരാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം, ചാടിച്ചവർക്കും അറിയാം. പക്ഷെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ പിന്നെ ഈ കേരള കോൺഗ്രസിന്റെ കമ്മിറ്റികൾ തന്നെ കോട്ടയത്തെ വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റികൾ ഏകസ്വരത്തിൽ പറയുന്നതായിട്ടാണ് ഞാൻ ഇന്ന് പലരുമായും കോട്ടയത്ത് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തോമസ് ചാഴികാടൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല, VM വാസവനെതിരെ മത്സരിച്ച് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയല്ല ശ്രീ തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ അണികൾ തന്നെയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടി യോഗവും ഇന്ന് അതേ തരത്തിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ അവർ രാഷ്ട്രീയമായ മറ്റു കാരണങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ശ്രീ TU കുരുവിളെ പോലുള്ള പി ജോസഫിന്റെ ഭാഗത്ത് നിൽക്കുന്ന നേതാവ് പരസ്യമായിട്ടാണ് പറഞ്ഞത് ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ചാഴികാടനെ നിർത്തിയിരിക്കുന്നത് എന്ന് തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഇപ്പോൾ 2010 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് അന്ന് LDF ഉണ്ടായിരുന്ന ശ്രീ പി ജോസഫ് LDF-നോട് വിട പറഞ്ഞ് UDF-ലേക്ക് പോകുന്നത്. ഇപ്പോൾ 9-ാമത്തെ വർഷമാണിത്. അതിന് ഈ ഇത്രയും കാലഘട്ടത്തിൽ പിന്നെ LDF-നൊപ്പം നിന്നയാൾ പിന്നീട് UDF-ലേക്ക് പോകുന്നു. UDF-ൽ ഒരു പ്രതിസന്ധിയും പ്രശ്നവും KM മാണിക്ക് ഉണ്ടായപ്പോൾ ആ പാർട്ടി ഒന്നടങ്കം പി ജോസഫ് ഉൾപ്പെടെയുള്ള പാർട്ടി ഒന്നടങ്കം UDF-ൽ നിന്ന് വിട്ടു തന്നിട്ട് വീണ്ടും UDF-ലേക്ക് ചെല്ലാൻ കാരണക്കാരായ PJ ജോസഫാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് KM മാണിയല്ല. മാത്രമല്ല ഒരു പാർട്ടിയിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ഒരു അഭിപ്രായം രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതിനാണല്ലോ വില, അതാണല്ലോ പിന്നീടുള്ള അനിശ്ചിതത്വം ഇല്ലാത്തൊരു തീരുമാനത്തിലേക്ക് AICC എത്തിയിട്ടില്ല, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും എത്തിയിട്ടില്ല. നാളെ ഏകദേശം ചർച്ചകളൊക്കെ പൂർത്തിയായി എല്ലാ നേതാക്കളും കേരളത്തിലേക്ക് മടങ്ങുകയാണ്. PJ ജോസഫ് ഈ ഘട്ടത്തിൽ പറയുന്നത് എനിക്ക് കോൺഗ്രസിൽ നല്ല വിശ്വാസമുണ്ട്, UDF-ലും നല്ല വിശ്വാസമുണ്ട്, എൻ്റെ പ്രതീക്ഷകളൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിലും എല്ലാവരും അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും PSLയും? PJ ജോസഫ് വിശ്വസിച്ചിരിക്കുകയാണ് നാളെ കോൺഗ്രസിന്റെയും UDF-ന്റെയും സമുന്നതരായ നേതാക്കൾ വന്നിട്ട് ഇമാതിരി മണ്ടൻ കാരണങ്ങൾ പറഞ്ഞ് എന്നെ മത്സരിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് PJ ജോസഫ് ചോദിക്കുന്നു. കോട്ടയത്തുള്ളവർ മത്സരിച്ചാൽ മതി എന്ന കാരണമാണത്രേ എന്നോട് മത്സരിക്കണ്ട എന്ന് അവർ പറയുന്നത്. ഈ കാരണങ്ങൾ കോൺഗ്രസിന് മുന്നിൽ വച്ചാൽ അവർക്ക് മനസ്സിലാകും, കൃത്യമായ നിലപാടുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. പുതിയ ഒരു തലവേദന കൂടിയാണോ നിങ്ങളെ കാത്തിരിക്കുന്നത് സലീം? ആനന്ദ്, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 3-ാം ഘട്ടത്തിലാണ്. 1ഉം 2ഉം ഘട്ടത്തിലല്ല, 3-ാം ഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും 1ഉം 2ഉം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രയോറിറ്റീസ് അതിന് ആനുപാതികമായിട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്കൊരു റിയലിസ്റ്റിക്കായി യാഥാർത്ഥ്യബോധത്തോടെ പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം PJ ജോസഫ് സ്ഥാനാർത്ഥി ആഗ്രഹിച്ചിരുന്നു. കേരള കോൺഗ്രസ് ശ്രീ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കാരണം ഒരു കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. അത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അവർക്ക് സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ അവകാശമുണ്ട്. തോമസ് ചാഴികാടൻ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു സംശയമില്ല. 4 തവണ അതൊരു ശരിയായ കാര്യമായതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് VN വാസവനെതിരെ കിടപിടിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസിന് ചുമക്കേണ്ടി വരും എന്ന നിലയിൽ വളരെ കൃത്യമായി കോട്ടയം DCCയുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം പ്രതികരണം വന്നു കഴിഞ്ഞു. ഞാൻ ആനന്ദ് പറഞ്ഞതിലേക്ക് വരികയാണ്. PJ ജോസഫ് കോട്ടയത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളിടത്താണ് ഈ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമായി UDF-ന്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ആർജവം UDF നേതൃത്വത്തിനുണ്ട്, ശ്രീ KM മാണി സാറിനുണ്ട്, ശ്രീ PJ ജോസഫിനുണ്ട്. ഇതിലും വലിയ വെള്ളിയാഴ്ചകളെ അതിജീവിച്ച പാരമ്പര്യം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനുമുണ്ട്. ആ പ്രശ്നം രമ്യമായി പരിഹരിക്കും എന്ന് ഇന്ന് PJ ജോസഫ് തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്.
ശ്രീ എം അപ്പൊ സ്വരാജ് അതിലൊരു PSL പ്രതീക്ഷ സൂചിപ്പിക്കുന്നത് പോലെ ആരും വർദ്ധിക്കേണ്ട കാര്യമില്ല. ചില എല്ലാവരും ആയിട്ടില്ല എന്ന് പറയരുത്. അദ്ദേഹം PV അൻവറിന്റെ പേരൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ ഇതിനോടകം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു സൂചന PSL പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് 3ാം ഘട്ടമാണ് തെരഞ്ഞെടുപ്പ്. വലിയ ആശങ്കപ്പെട്ട് ഇതിനുള്ളിൽ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ താങ്കൾ സ്വാഭാവികമായും താങ്കളോട് ഞാൻ ഇതുവരെ ചോദിക്കാത്തതാണ്, കോട്ടയത്തെ സംഭവ വികാസങ്ങളൊക്കെ ഇതിനോടകം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. എങ്ങനെയാണ് PSLന്റെ ഈ വാദഗതികളോട്, അതായത് ആയ ആളുകളെ സംബന്ധിച്ച് ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്, അത് അങ്ങനെ പറയുന്നുണ്ട്, മറ്റാരും നിർണയിക്കപ്പെട്ടിട്ടില്ല. ഇനിയുള്ളത് ഇവിടെ ഇപ്പോ തോമസ് ചാഴിക്കാടന്റെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക കഴിഞ്ഞു. അതും പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല ഒരു ഘടകകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസിനുള്ളിൽ നിന്ന്. പല ആളുകളും PJ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് രാജിവെച്ചു പോയി പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. കോട്ടയത്ത് DCC തന്നെ വളരെ ശക്തമായി പറയുന്നു VN വാസവനെതിരെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല, ഇത് ഞങ്ങൾ ചുമക്കേണ്ടി വരും എന്ന്. സ്വരാജ്. അതെ, ബഹുമാനായ കോൺഗ്രസ് നേതാവ് ഇവിടെ പറഞ്ഞ ഈ വാദഗതിയിലും ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ 3ാമത്തെ ഘട്ടത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. അത് ശരിയാണ്. ഞാനത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അതൊക്കെ അവരുടെ സൗകര്യവും അവകാശവുമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ പറയുന്നു ലീഗിൻ്റെ പ്രഖ്യാപിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിനാണെങ്കിലും ഇത് 3ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ, നിങ്ങളുടെ മുന്നണിയല്ലേ. അപ്പൊ ഇതെന്താ സൂചിപ്പിക്കുന്നത്? ലീഗിന് കാര്യമായ തർക്കങ്ങൾ കൂടാതെ അവരുടെ പാർട്ടിയുടെ ഒരു രീതിയും ഘടനയും വെച്ച് അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനോ മറ്റോ തടസ്സം ഉണ്ടായില്ല. കോൺഗ്രസിന് അതിന് കഴിയുന്നില്ല. അതെന്താണ്? അത് 3ാം ഘട്ടമായതുകൊണ്ടല്ല. 3ാം ഘട്ടമാണെങ്കിൽ ലീഗിന് 3ാം ഘട്ടമാണ്. ഒരേ മുന്നണിയിൽ നിൽക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾക്ക് 2 സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വളരെ ദുർഘടമായിരിക്കുന്നു, അനായാസേന ജയിക്കുമെന്നൊക്കെ കരുതിയിരുന്നവർ അങ്ങനെയല്ല എന്നിപ്പോ തുടക്കത്തിലെ ബോധ്യമായിരിക്കുന്നു. അവർ പിന്മാറിയിരിക്കുന്നു എന്നുള്ളത് സാഹചര്യങ്ങളും വാർത്തകളും വെച്ച് നോക്കിയാൽ മലയാളികൾ ഇപ്പോൾ അങ്ങനെ ധരിക്കാനേ സാധ്യതയുള്ളൂ. അത് നമ്മൾ കാണണം. അത് നിങ്ങളെ എതിർക്കുന്നത് കൊണ്ടല്ല, നിങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുൻപിലുള്ള സൂചനകളെല്ലാം അങ്ങനെയാണ്. അതാണ് സാഹചര്യം. പിന്നെ കോട്ടയത്തെ കാര്യമാണ്, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശരി. പക്ഷേ കേരള കോൺഗ്രസിനോട് ഒരു വിരോധവുമില്ലാത്ത മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീ PJ ജോസഫിന്റെ പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, കേരള കോൺഗ്രസ് ഇക്കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മറ്റു ചില കണക്കുകളും ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ MLA മാർ മത്സരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ലോകസഭയിൽ 1 വർഷം കാലാവധി ബാക്കി നിൽക്കുകയാണ് കോട്ടയത്തെ MP ലോകസഭാംഗം അത് രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോയത്. പാർലമെന്റിലേക്ക് തന്നെയാണ് പോകുന്നതേ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 1 വർഷം ആ മണ്ഡലം അനാഥമായി കിടന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ലല്ലോ നിയമാനുസൃതം. അപ്പോ ഇതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കേരള കോൺഗ്രസിന്റെ മേലെ ആദ്യമേ ഉണ്ട്. അത് ഞാൻ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഞാൻ ഈ സമയത്ത് അത് സൂചിപ്പിക്കുകയാണ്. വാർത്തകൾ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ് UDF തന്നെ നിൽക്കുന്നത്. UDFലെ ഘടകകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസും UDF തന്നെയും ഈ പൊട്ടിത്തെറിയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നാളെ ഇങ്ങനെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസിന്റെയും നേതാക്കന്മാർ തമ്മിൽ കാണുന്നു. എന്താണ് അവിടെ തീരുമാനം ഉണ്ടാകുന്നത്, എന്താണ് ധാരണ ഉണ്ടാകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും കാര്യങ്ങൾ അനായാസമല്ല. പിന്നെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് കരുതപ്പെടുന്ന ആളുടെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു ആഭിമുഖ്യമില്ലായ്മ അവിടുത്തെ DCC തന്നെയാണല്ലോ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ജനങ്ങളുടെ മുൻപിലാണുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരമപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു മുന്നണിയായിട്ട് UDF നിൽക്കുകയാണ്. അതിൽ പ്രധാനമായും കോൺഗ്രസ് നിൽക്കുകയാണ്. നിങ്ങളാകെ തകർന്നു പോകണമെന്ന് കരുതുന്നവരല്ല. കേരളത്തിൽ നിങ്ങൾ തോൽക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും അഭിമുഖീകരിക്കുന്ന ആ ഒരു ഇച്ഛാശക്തിയോടെ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വേണ്ടത്ര ഉയർന്നിട്ടില്ല എന്ന അഭിപ്രായമാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർക്കുള്ളത്. കോൺഗ്രസിന്റെ തന്നെ നമ്മുടെ ചില സുഹൃത്തുക്കളെല്ലാം പരസ്യമായി തന്നെ പലയിടത്തും അഭിപ്രായ പ്രകടനം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം, കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന പലരും നിരാശാഭരിതമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ KJ ദേവസ്യ, ഇങ്ങനെ ഒരു പ്രശ്നം കൂടി തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരില്ലേ?
ഈ ജോസ് കെ മാണിയെ ജനം തെരഞ്ഞെടുത്തു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കുറച്ചു ദിവസം കഴിയുമ്പോൾ വളരെ സേഫായി രാജ്യസഭയിലേക്ക് മാറുന്നു. അവിടെ ഒരു മക്കൾ പാരമ്പര്യം എന്ന നിലയിലേക്ക് മാണി തീരുമാനമെടുക്കുന്നുവെന്ന് കേരളം മുഴുവൻ രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നു. ഈ ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ വ്യക്തതയായി തോമസ് ചാഴിക്കാടൻ അവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് ചോദിക്കുകയാണ്, ജനങ്ങൾ ചോദിക്കുമോ? കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. വളരെ ചുരുക്കി പറയണം കെ ജെ ദേവസ്യ. സ്വരാജ് അതുകൂടി പരാമർശിച്ചു പോയതുകൊണ്ട് അതൊരു പ്രസക്തമായ വിഷയമാണ്. മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അതുകൂടി ഒരു പ്രശ്നമായി നിന്നാൽ ഇപ്പോൾ ഇവിടെ MLA-മാര് മത്സരിക്കാൻ, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചും പറയണം. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കില്ല. ഇവിടുത്തെ പ്രശ്നം കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും. ആ സ്ഥാനാർത്ഥി കരുത്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. ഈ 20 വർഷക്കാലം കോട്ടയം ജില്ലയിലുള്ള ഒരു നിയോജകമുള്ള പ്രതികരിച്ച വിദ്യാസമ്പന്നനായ കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് തോമസ് ചാഴികാടൻ. അദ്ദേഹം വാസവനോട് കുസ്തി കൂടാനൊന്നും പോകുന്നല്ലോ പാർലമെന്റിലേക്ക്, അല്ലെങ്കിൽ മത്സരരംഗത്ത് കുസ്തിയൊന്നും അവിടെ നടക്കുന്നില്ല. പരിമിതി കൊണ്ടുകൂടി അങ്ങനെ നിൽക്കട്ടെ ആ കാര്യം, അതുകൂടി ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനങ്ങൾക്ക് വളരെ പ്രബുദ്ധമായി വിലയിരുത്താനുള്ള സാഹചര്യമാണല്ലോ. PS സലീം, വളരെ നിർണായകമായ ഒരു കാര്യം അവസാന ഘട്ടത്തിൽ ഒന്ന് സൂചിപ്പിച്ച് പോകാമെന്ന് കരുതി. കാരണം അതിനെക്കുറിച്ച് ഇനി വലിയ ചർച്ചകൾക്ക് നമുക്ക് കഴിയില്ല. ഒരുപാട് ചർച്ച ചെയ്തതാണ് കേരളത്തിൽ എല്ലാവരും. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ശബരിമല വിഷയം പ്രചരണമാക്കണം എന്നാണോ, ആക്കണ്ട എന്നാണോ? എങ്ങനെ നേരിട്ട് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തിയെടുത്ത് രാഷ്ട്രീയ ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ശബരിമല നിർണായകമായ ഒരു വിഷയമായിരിക്കുമോ? വ്യക്തമായി പറയാൻ കഴിയുമോ ഈ ചർച്ചയിൽ? കാരണം രണ്ടഭിപ്രായം അതിലും ഇതിനിടയിൽ വന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിനൊരു അഭിപ്രായം, KPCC അധ്യക്ഷന് മറ്റൊരു അഭിപ്രായം. PS സലീമിന് പറയാൻ കഴിയുമോ ഈ ചർച്ചയിൽ? അല്ല, അത് വളരെ കൃത്യമാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, കേരളീയ സമൂഹവുമായി ബന്ധപ്പെട്ട, ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടും. കേരള സമൂഹത്തിന്റെ ആകെ പ്രശ്നമായി താങ്കൾ അതിനെ കാണുന്നുണ്ട്. ജാതിയും മതവും വർഗീയ വികാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രചരണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. പക്ഷേ ജനങ്ങളുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് കൃത്യമായി മതിൽ കെട്ടി തിരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സർഗാത്മകതയും നിലനിർത്തിക്കൊണ്ടുള്ള പ്രചരണമായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത്. ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഏതായാലും PS സലീമിന്റെ വളരെ മികച്ച വാക്കുകളാണ്. സർഗാത്മകമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നത് അത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷെ അവിടെ ഈ ശബരിമല ഉപയോഗിക്കപ്പെടുമെന്ന കാര്യത്തിലും അദ്ദേഹം സൂചന തരുന്നുണ്ട്. സ്വരാജ്, താങ്കൾക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അക്കാര്യത്തിലും അവരുടെ നേതൃത്വത്തിന് ഒരു ആശങ്കയാണ്. അത് വേണമെന്നും അത് വേണ്ടെന്നും വളരെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉറച്ച നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് അവർ പരിശോധിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ഉൾപ്പെടെ ആ പ്രശ്നമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തന്നെ ഭാഷ, മതം, ജാതി, വംശീയത, മതചിഹ്നങ്ങൾ, ദേശീയ ചിഹ്നങ്ങൾ ഇതൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ കാണേണ്ടത് അമ്പല കമ്മിറ്റിയിലേക്കല്ല തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റവും അഴിമതിയും തൊഴിലില്ലായ്മയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പരിസ്ഥിതി, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ദുർബല ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടത്, ദളിത് പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. നിങ്ങളുടെ വിശ്വാസത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും കാര്യം ജനങ്ങളെ ബാധിക്കുന്നതാണ്, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ജനപ്രാതിനിധ്യ നിയമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 7 കാര്യങ്ങൾ വോട്ട് പിടിക്കാൻ ഉപയോഗിക്കരുത്, അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ഇത് പുതിയ കാര്യമല്ല. അത് ഈ നിയമം നിലവിൽ വന്ന കാലം മുതലേ ഉള്ളതാണ്. ജാതിയും മതവും പറഞ്ഞ്, വിശ്വാസം പറഞ്ഞ്, ആചാരം പറഞ്ഞ് വോട്ട് പിടിക്കരുത്. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, അമ്പല കമ്മിറ്റി തെരഞ്ഞെടുപ്പല്ല. അത് മറ്റൊരു രൂപത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഞങ്ങൾ അതൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ അഴിമതിയും തൊഴിലില്ലായ്മയും വികസനവും സാമ്പത്തിക നയങ്ങളും മറ്റു കാര്യങ്ങളും രാഷ്ട്രീയവും ജനങ്ങളുടെ മുൻപിൽ വികസന അജണ്ടയും വെക്കാൻ ഇല്ല എന്നാണ്. സ്വരാജ്, നിലപാട് വ്യക്തമാണ്. PS സലീം, ജയചന്ദ്രൻ, KJ ദേവസ്യ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കെല്ലാം നന്ദി. എത്ര നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലും രാജ്യത്തിലും കോൺഗ്രസിന് മുന്നിലെന്ന് ആവർത്തിക്കുന്നത് അവരുടെ പ്രമുഖ നേതാക്കൾ തന്നെയാണ്. പക്ഷെ ഇതുവരെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കാൻ അവർക്കായിട്ടില്ല. അതിനിയും സമയമുണ്ട് എന്ന് ഈ ചർച്ചയിൽ PS സലീം വാദിക്കുകയുണ്ടായി. പക്ഷേ കോട്ടയത്ത് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്ക കോട്ടയം DCC തന്നെ ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. UDF എങ്ങനെ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ മറികടക്കും എന്ന ആശങ്ക സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്.
പരിശോധിച്ചതും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.